ഹലോ എവ്രി വൺ. ഒരു കോച്ചിങ്ങിന് പോകാതെ 5 റാങ്ക് ലിസ്റ്റുകളിൽ റാങ്ക് ജേതാവായ ആളാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2017 ഞാൻ ഗവൺമെന്റ് സർവീസിൽ റിസൈൻ ചെയ്തു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു PSC ജോബ് നേടാൻ കഴിയുക, എങ്ങനെയാണ് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ് നേടാൻ കഴിയുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ 6 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ് ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ PSC ജോബ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അല്ല നിങ്ങളുടെ മക്കളെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഗവൺമെന്റ് ജോബിന് വേണ്ടി PSCക്ക് വേണ്ടിയിട്ട് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 100% വർക്ക്ഔട്ട് ആവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ വേണ്ടി പോകുന്നത്. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് സമാധാനം. സമാധാനം കിട്ടണമെങ്കിൽ നമുക്ക് നല്ലൊരു സുരക്ഷിതമായ ജോലി വേണം, അല്ലെ? ഏറ്റവും സുരക്ഷിതമായ ഫൈനാൻഷ്യലി നല്ല സെറ്റപ്പ് ഉള്ള ഒരു ജോലിയാണ് പൊതുവെ ഗവൺമെന്റ് സർവീസുകൾ വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഗവൺമെന്റ് സർവീസിനോട്, ഗവൺമെന്റ് ജോലിയോട് ഇത്രയേറെ പ്രിയമുണ്ടാവാൻ കാരണം. ഞാൻ പറയാൻ പോകുന്ന 6 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയിരിക്കും, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും, ഒരു സംശയവും വേണ്ട. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ആളുകൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ബിസിനസ് ചെയ്ത് ജീവിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് ജീവിക്കും, അല്ലെ? ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ റിസ്കിയാണ്. 90% ആളുകളും ബിസിനസ്സിൽ ഫെയിൽ ആകും, ഒരുപാട് പണം നഷ്ടപ്പെടും. ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാ ജോലി നഷ്ടപ്പെടുന്നതെന്ന് അറിയില്ല, എങ്ങനെയാ നഷ്ടപ്പെടുന്നത് അറിയില്ല, എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ ബോധം ഉണ്ടാവും, അല്ലെ? അതേസമയം ഗവൺമെന്റ് ജോലിയാണെങ്കിൽ നമുക്ക് എപ്പോഴും സേഫ് ആയിരിക്കും. അത് ഫൈനാൻഷ്യൽ സൈഡ് ആയാലും അതുപോലെ തന്നെ സെക്യൂരിറ്റി സൈഡ് ആയാലും നമുക്ക് എപ്പോഴും ഒരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടാവും, അല്ലെ? ഒരു മനസ്സമാധാനം കിട്ടും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ആളുകൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? പലർക്കും പെണ്ണ് തന്നെ കിട്ടാനില്ല. ഗവൺമെന്റ് ജോലിയാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെണ്ണ് കിട്ടും, അല്ലെങ്കിൽ പെണ്ണ് കിട്ടില്ല, അല്ലെ? അങ്ങനെ ഒരു അവസ്ഥയും നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ 6 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടും, ഞാൻ ഉറപ്പ് നൽകുന്നു. നിങ്ങൾ ഈ കമന്റിൽ ബോക്സിൽ നിങ്ങൾ ഒരു 2-3 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ വന്നിടും, ഞാൻ അതുപോലെ ചെയ്തു, എനിക്ക് ജോലി കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ഇടുക തന്നെ ചെയ്യും. ചില സമയത്ത് നമ്മൾ ഒരു റൂട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, ചിലപ്പോൾ 100 കിലോമീറ്റർ 1000 കിലോമീറ്റർ ഒക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ വഴിയായിരുന്നില്ല, ശരിയായ വഴിയല്ല എന്ന്. ശരിക്കുള്ള വഴിക്ക് ചിലപ്പോൾ ഒരു 10 കിലോമീറ്റർ പോയാൽ നമ്മൾ എത്താൻ പറ്റുന്ന ഒരു വഴിയായിരിക്കും നമ്മൾ 1000 കിലോമീറ്റർ വളഞ്ഞു പോകുന്നുണ്ട്, അല്ലെ? അപ്പോൾ ഓരോ കാര്യത്തിനും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ആ സ്ട്രെയിറ്റ് ലൈനാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ 6 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ഉറപ്പാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. എങ്ങനെയുള്ള പ്ലാനിങ് ആണെന്നറിയോ? ഞാൻ ഗവൺമെന്റ് സർവീസിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്, എക്സാം എഴുതുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു കാര്യമല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ. എന്താണ്? ഞാൻ ഇത്ര വർഷം കൊണ്ട് ഞാൻ ഗവൺമെന്റ് ജോലിയിൽ കയറിയിരിക്കും എന്നുള്ള ഒരു ഉറപ്പായിട്ടുള്ള ഒരു ഉറച്ച തീരുമാനം വേണം. അത് നിങ്ങൾ എഴുതി വെക്കുകയും വേണം. ആ തീരുമാനം എങ്ങനെ എടുക്കണമെന്നറിയോ? നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ധൃതി വെച്ചിട്ട് ഞാൻ ഒരു വർഷം, ഇപ്പൊ 2006 അല്ലെങ്കിൽ 2025 2026 ഞാൻ ഗവൺമെന്റ് ജോലി കയറിയിരിക്കും, അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കപ്പാസിറ്റി അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്ര വർഷം, നിങ്ങൾ വളരെ 10 വർഷമോ അല്ലെങ്കിൽ 8 വർഷമൊന്നും നിങ്ങൾ പ്ലാൻ ചെയ്യരുത്. നിങ്ങൾ കൃത്യമായിട്ട് ഒരു 3നും 5നും ഇടയിൽ വരുന്ന വർഷം നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾക്കൊരു 20 വയസ്സാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം പ്ലാൻ ചെയ്യാം. നിങ്ങൾക്കൊരു 28 വയസ്സാണെങ്കിൽ ഒരു 3 വർഷം പ്ലാൻ ചെയ്യാം. അങ്ങനെ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇന്ന് ഡേറ്റിനുള്ളിൽ, ഇപ്പോൾ 2025 2028 ഞാൻ ഒന്നുകിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താ നിങ്ങൾ നിർണ്ണയിക്കുക. ഒന്നുകിൽ LD ക്ലർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഒരു വൈറ്റ് ബോർഡിൽ നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങളുടെ പേര് എഴുതിയിട്ട് അതിനിടയിൽ LD ക്ലർക്ക് 2028 അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2028 നിങ്ങളുടെ ബെഡ്റൂമിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ അങ്ങനെ വെക്കുക. അങ്ങനെ വെച്ചാലുള്ള ഗുണം എന്താ അറിയോ? നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങളൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആവും. നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ല. ചില സമയം നമ്മൾ മെന്റലി വളരെ വീക്കായിരിക്കും, ക്ഷീണം തോന്നും. അപ്പൊ നമുക്കിത് കാണുമ്പോൾ 100% നമുക്കൊരു എനർജി വരും. ആ ഒരു കാണും 2028 നിങ്ങളുടെ പേര്, എന്നിട്ട് എന്ത് ചെയ്യണം? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അത് കാണുമ്പോൾ നമുക്കൊരു എനർജി വരും. ആ ഒരു എനർജിയാണ് നമ്മുടെ ഈ കംപ്ലീറ്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള, ഇതിന്റെ എഫേർട്ടിന് വേണ്ടിയിട്ടുള്ള ഫ്യൂവൽ എന്ന് പറയുന്നതാണ് ആ ഒരു എഴുതി വെക്കൽ. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. ഞാൻ പറയുന്നു, നിങ്ങൾ 1 വർഷം ഒന്നും എഴുതരുത്, നിങ്ങൾ 9 വർഷം ഒന്നും എഴുതാൻ പാടില്ല. 3നും 5നും ഇടയിലുള്ള ഒരു വർഷം നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾക്ക് അറിയാം. അതിനനുസരിച്ച് നിങ്ങൾ ഒരു ഇയർ സെറ്റ് ചെയ്യുക. ആ സെറ്റിൽ നിങ്ങൾക്ക് ഏത് ഗോളാണോ നിങ്ങളുടെ ഉള്ളത്, LD ക്ലർക്ക് ആണോ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണോ, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ ആണോ, എന്താണെങ്കിലും നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ വർഷവും എഴുതി വെക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണ് എയിം ചെയ്തിട്ടുള്ളത്? ഒന്നുകിൽ LD ക്ലർക്ക് അല്ലെങ്കിൽ
സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ നിങ്ങൾ സിവിൽ സർവീസ് ആകട്ടെ, അതിന്റെ സിലബസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരുപാട് പരന്ന് പഠിക്കും, എന്നിട്ട് നിങ്ങളുടെ സിലബസുമായിട്ട് ചിലപ്പോൾ ബന്ധം ഉണ്ടാവില്ല, നിങ്ങൾ കംപ്ലീറ്റ് വേസ്റ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, എന്താണോ നിങ്ങളുടെ സിലബസ് ഉള്ളത്, കൃത്യമായി അത് മാത്രം പഠിക്കുക. അതിന് പുറമേയുള്ള ഒരു കാര്യവും പഠിക്കാൻ പാടില്ല. 100% സിലബസിനെ ഫോളോ ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ ആ സിലബസ് പ്രിന്റ് ഔട്ട് എടുക്കുക, കൃത്യമായിട്ട് വായിക്കുക. ഒരു ജസ്റ്റ് 3, 4, 5 മണിക്കൂർ മതി ആ സിലബസ് പഠിച്ചെടുക്കാൻ. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് അതിനനുസരിച്ച് അലൈൻ ചെയ്ത് പഠിക്കുക. ഓക്കെ, അതിന് പിറകിലും പഠിക്കാൻ പാടില്ല, മുന്നോട്ടും പഠിക്കാൻ പാടില്ല, വേറെ വിഷയങ്ങളിലേക്കൊന്നും കടക്കാൻ പാടില്ല. നിങ്ങളുടെ സിലബസിലേക്ക് കൃത്യമായിട്ട് സിലബസ് നിങ്ങൾ ഫോളോ ചെയ്യുക. അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. നിങ്ങൾ വായിച്ചിട്ട് മറന്നു പോകാൻ പാടില്ല. പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ മേശയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണത്. നിങ്ങൾ മറന്നു പോകരുത്. കാരണം നിങ്ങൾ സിലബസ് വായിച്ചു, പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പഠിക്കും, പിന്നീട് നിങ്ങൾ മനസ്സിലാവും അത് സിലബസിൽ ഇല്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, നിങ്ങൾ കൃത്യമായിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്യുക. ഒന്നിക്കിൽ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ. നിങ്ങൾക്ക് ജോലി ഒന്നില്ലെങ്കിൽ 5 മണിക്കൂർ അല്ല 6 മണിക്കൂർ. നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ, ഒന്നുകിൽ അരമണിക്കൂറായാലും മതി. പക്ഷെ സ്ഥിരമായിട്ട് ചെയ്തിരിക്കണം. നിങ്ങൾ കൃത്യമായിട്ട് ആ സമയത്ത്, നിശ്ചയിച്ച സമയത്ത് നിങ്ങൾ ഇരിക്കണം. ആ മണിക്കൂർ കഴിഞ്ഞിട്ടേ എഴുന്നേൽക്കാൻ പാടുള്ളൂ. എന്ത് തന്നെയായാലും, നിങ്ങൾക്ക് ഉറക്കം വന്നാലും ശരി, ബിസി ഉണ്ടായാലും ശരി, നിങ്ങൾ മൂഡ് ഓഫ് ആയാലും ശരി, അവിടെ വന്ന് ഒരു സ്റ്റഡി ഏരിയ നിങ്ങൾ ഉണ്ടാക്കുക, അവിടെ വന്നിരിക്കുക. ആ സമയത്ത് നിങ്ങൾ എന്ത് സംഭവിക്കുന്നറിയോ? ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾക്ക് അവിടെ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. നിങ്ങൾക്ക് 1 ആഴ്ച 2 ആഴ്ച ട്രബിൾ ഉണ്ടാവും. എഴുന്നേറ്റ് പോകാൻ തോന്നും, വേറെ വർക്ക് ചെയ്യാൻ തോന്നും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ശക്തി സംഭരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് ആ 1 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ടേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമോ? അത് ശീലമായി കഴിഞ്ഞാൽ. അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക. അത് 1 മണിക്കൂർ ആയിക്കോട്ടെ, 2 മണിക്കൂർ ആയിക്കോട്ടെ, 6 മണിക്കൂർ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ നിശ്ചയിക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ അതിര് കവിയരുത്. എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ നാളെ മുതൽ ഞാൻ 10 മണിക്കൂർ പഠിക്കും, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, അത് ചിലപ്പോൾ 1 മണിക്കൂർ ആയിരിക്കാം, അല്ല 1.5 മണിക്കൂർ ആയിരിക്കും. ആ ടൈം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ ടൈം കൃത്യമായിട്ട് നിർണ്ണയിക്കുക. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ, 8 മുതൽ 10 വരെ, അല്ലെങ്കിൽ 7 മുതൽ 9 വരെ കൃത്യമായിട്ടൊരു സമയം നിശ്ചയിക്കുക. ആ സമയം നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ നിങ്ങൾ ഇരുന്നിരിക്കുക. ആ സമയത്ത് വേറൊരു വർക്കും ചെയ്യാൻ പാടില്ല. നിങ്ങൾ മൊബൈൽ ഫോൺ നോക്കരുത്, അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോരുത്. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങുക. ഒന്നും ചെയ്യരുത്. ഉറങ്ങുക, എണീക്കുക, എന്നിട്ട് വീണ്ടും പഠിക്കുക. അങ്ങനെ നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആയിട്ട് അത് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചേ പറ്റൂ. അങ്ങനെ നിങ്ങൾ മാസങ്ങൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ, വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ 1ാം റാങ്കിലേക്ക് വളരെ വളരെ അടുത്തടുത്ത് വരും. നിങ്ങൾ ആ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ഫിക്സ് ചെയ്യുക. എല്ലാ ദിവസവും ഫോളോ ചെയ്യുക. നോ കോംപ്രമൈസ്. 4ാമത്തെ കാര്യമാണ് ഡിസിപ്ലിൻ, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി, പേഷ്യൻസ്. ഈ 3 കാര്യങ്ങൾ ഒരു PSC ആസ്പിരന്റിന്റെ കൂടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? ഡിസിപ്ലിൻ, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി, പേഷ്യൻസ്. നിങ്ങൾ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടല്ലോ, ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പിടിച്ചു കുലുക്കാൻ വേറൊരു കാര്യത്തിനാവില്ല. കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, ഇത് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതിനെ മറികടക്കുന്ന ഒരു ശക്തിയില്ല. അത് വളരെ വളരെ പവർഫുൾ ആണ്. നിങ്ങൾ കൃത്യമായിട്ടൊരു കാര്യം ഉണ്ടല്ലോ, ഒരു കാര്യം ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അത് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായി തീരും. അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ 3ാമത് വേണ്ടത് പേഷ്യൻസ് ആണ്. നിങ്ങൾ ചിലപ്പോൾ 1ാം വർഷം 2ാം വർഷം എക്സാം ഇത് ഫെയിൽ ആവും. നോ പ്രോബ്ലം അറ്റ് ഓൾ. നിങ്ങൾ പേഷ്യന്റ് ആയിരിക്കുക, വളരെ ക്ഷമയോടുകൂടി നേരിടുക. നിങ്ങൾ ലക്ഷ്യം വെച്ചത് 3 വർഷമാണ്. ആ 3 വർഷം കൊണ്ടാണ് എനിക്ക് റിസൾട്ട് വരാൻ പോകുന്നത്, 1 വർഷം കൊണ്ട് വരില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഡിസപ്പോയിന്റഡ് ആവരുത്. 3 കാര്യങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുക. ഒന്ന് ഡിസിപ്ലിൻ, രണ്ടാമത്തത് കൺസിസ്റ്റൻസി, 3ാമത്തെ എന്താണ്? പേഷ്യൻസ്, ക്ഷമ. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുക. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പഠനത്തോടു കൂടി കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ റിയൽ ടൈം മോക്ക് ടെസ്റ്റ്. അതായത് നിങ്ങൾ എഴുതുന്ന എക്സാമിന്റെ അതേ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട്, അതേ ടൈം കൊടുത്തിട്ട്, അതേ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റിയൽ ടൈം എക്സാം മോക്ക് ടെസ്റ്റ് നടത്തിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ആഴ്ചയിൽ ഒരു എക്സാമെങ്കിലും നിങ്ങൾ സ്വയമായിട്ട് എഴുതുക. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ്ലി നിങ്ങൾ ഇങ്ങനെ എക്സാം എഴുതിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ ആദ്യത്തെ എക്സാം ചെയ്യുന്ന നിങ്ങൾക്ക് 1 മാർക്കായിരിക്കും, അല്ലെങ്കിൽ 10 മാർക്കായിരിക്കും. ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം. നിങ്ങൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുക. പിന്നീട് അത് 20 മാർക്കാവും, 30 മാർക്കാവും, 50 മാർക്കാവും, 80 മാർക്കാവും, 95 മാർക്കാവും. അപ്പൊ നമുക്ക് ഭയങ്കര ഹാപ്പി ആവും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു 50 എക്സാം 100 എക്സാം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ മാർക്കിലേക്ക് നമ്മൾ എത്തുക. അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റിയൽ ടൈം മോക്ക് ടെസ്റ്റ്. ഓക്കെ,
നിങ്ങൾ അരമണിക്കൂറല്ല, ഒരു മണിക്കൂറല്ല, എത്ര മണിക്കൂറാണോ കൃത്യമായിട്ട് എക്സാം നടക്കുന്നത് അതേ സമയം നിങ്ങൾ ഇരുന്നിട്ട് അതേ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് നിങ്ങൾ സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടേയിരിക്കുക. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫേം ഡിസിഷൻ ആണ്. അത് നിങ്ങൾ എന്ത് വന്നാലും നിങ്ങൾ കുലുങ്ങില്ല. നിങ്ങൾ ഉറച്ച തീരുമാനം എടുത്തു, ഞാൻ ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടേ താഴെ ഇറങ്ങുന്നുള്ളത് ഉറച്ചൊരു തീരുമാനം എടുക്കുക. എന്ത് തന്നെ സംഭവിച്ചാലും ശരി, എത്ര പരാജയം സംഭവിച്ചാലും ശരി, എങ്ങനെയാലും ശരി, ഞാൻ ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടേ ഞാൻ കീഴടങ്ങുള്ളൂ, അല്ലാതെ എനിക്കൊരു ജീവിതം വേറെ ജീവിതം ഇല്ല എന്നുള്ള ഉറച്ച തീരുമാനം എടുത്തേക്കുക. എന്ത് അവസ്ഥ വന്നാലും, എന്ത് സിറ്റുവേഷൻ വന്നാലും, ആരെന്ത് പറഞ്ഞാലും നോ കോംപ്രമൈസ്. നിങ്ങൾ ഈ തീരുമാനത്തിൽ എന്ത് ചെയ്യുക, ഉറച്ചു നിൽക്കുക. ഇങ്ങനെ ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇതേ വീഡിയോയുടെ കമന്റിന്റെ ബോക്സിൽ നിങ്ങൾ വന്നിട്ട് 2-3 വർഷം കഴിഞ്ഞ് കമന്റ് ഇടുന്നതാണ്, സാർ എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവിച്ചറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല. നമ്മൾ ഡെയിലി നമുക്ക് റിഫ്രഷ് കിട്ടണം. എന്തുവേണം, നമ്മൾ കുളിക്കണം അല്ലെ? അതുപോലെ നമുക്ക് മോട്ടിവേഷൻ കേട്ടാൽ മാത്രമേ നമുക്ക് റിഫ്രഷ്മെന്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴൊക്കെ ഫെയ്ഡ് ആയിട്ട് തോന്നുന്നു, നിങ്ങൾക്ക് എപ്പോഴൊക്കെ ബോറിംഗ് തോന്നുന്നു, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നിങ്ങൾ തീർച്ചയായിട്ടും മോട്ടിവേഷൻ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും വീണ്ടും റിപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നല്ല എനർജി ഉണ്ടാക്കി തരും. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.